ഹായ് സോ മേരി ക്രിസ്മസ് അല്ലേ? എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് തോന്നുന്നു. ദെൻ സോ ന്യൂ ഇയറിൻ്റെ ടൈമിലേക്ക് പോവുകയാണ്. നമുക്ക് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, Module 3, Share Capital and Debentures. Okay, I have posted a voice message in your group and I have said നമ്മളൊരു നേരത്തെ വീഡിയോയ്ക്കകത്ത് തന്നെ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് കുറിച്ച് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഞങ്ങൾക്ക് ഇത് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ നോക്കണം. ഓക്കെ, നോക്കിക്കഴിഞ്ഞ് കാണുമായിരിക്കും. Now let's start with the shares. You have already studied it in 12th, maybe 12th or 10th. Yeah, what is a share? It is the interest of shareholder in a company. That's true, no? So we have lots of money. എനിക്ക് കുറേയേറെ രൂപയുണ്ട്. അപ്പം ഞാനെന്താ ചെയ്യുന്നത്? I want to invest it somewhere. Some people, they choose the method of investing it is as shares. Some invest it in gold, okay, buying gold, അല്ലെങ്കിൽ എന്നിട്ട് സ്റ്റോർ ചെയ്യും ഗോൾഡ്. കഥവ് തുറന്നാൽ മൊത്തം ഗോൾഡായിരിക്കും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ സം പീപ്പിൾ ദേ ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ പ്രോപ്പർട്ടി, അല്ലേ? പ്രോപ്പർട്ടിക്കകത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, പ്രോപ്പർട്ടി മേടിച്ചിടുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പല വിധത്തിലാണ്. അതിൽ ഒരു കാര്യമാണ് ഷെയർസ്. നമ്മളിവിടെ കമ്പനി ലോ പഠിക്കുമ്പോൾ ഷെയർസിന് അവിടെ ഒരു മെയിൻ ഘടകമുണ്ട്, അല്ലേ? അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ എ കമ്പനി. അത് ആ വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കമ്പനിയുടെ ഒരു കൈ ചലിക്കുന്നത്. അങ്ങനെയാണ്, അല്ലേ? നോ, the capital of the company is divided into certain indivisible units of a fixed amount. അതെന്താണ്? These units are called shares. You got that right? If the company has 100 rupees as its capital എന്ന് വിചാരിച്ചു, അതിൽ ലവി 30 rupees ഇട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെല്ലാം മറന്നോ, ബിനോ, ദേവിക, ഓക്കെ, ബിനോ 10 rupees ഇട്ടു, ദേവിക 10 rupees ഇട്ടു. Now it became 50, right? So each are it's a cluster of each units. This 100 has been attained, അല്ലെങ്കിൽ 100 rupees നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്? By many shareholders. They have invested in it. അപ്പോൾ ഇങ്ങനെ കുറേ യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റ്സ് എല്ലാം കൂടെ they are called as shares. Company is divided into certain indivisible units of fixed amount, and these units are called shares. Now Companies Act 2013 എന്ന് പറഞ്ഞാൽ it states that the share means a share in the share capital of a company, and it includes stock. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് I have some shares from Reliance, I have some shares from Tata. ഇതിനെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഞാൻ വെക്കുമ്പോഴത്തേന് എനിക്കൊരു സ്റ്റോക്കുണ്ട്. കുറച്ച് റിലയൻസിലുണ്ട്, കുറച്ച് ടാറ്റയിലുണ്ട്, ഓക്കെ, അങ്ങനെ. It is not only a sum of money, but also the interest carrying with its various rights contained in the articles. It depends upon each type of shares that we have taken. There are different kinds of shares. സോ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എങ്കിൽ പല ടൈപ്പിൽ കാണും. ചിലത് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളായിരിക്കും. ചില കാര്യം മേ ബി ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് കിട്ടുമായിരിക്കും, ബട്ട് ഇറ്റ് വുഡ് ബി എ ഫിക്സഡ് എമൗണ്ട്. If the company is like saving 1 crore or 2 crore in a year, I would be getting the percentage from that crore, whatever I have invested, അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും എനിക്ക് ആ വലിയ പ്രോഫിറ്റിൽ നിന്നും എനിക്ക് കൈപ്പറ്റാൻ പറ്റുന്നത്. ബട്ട് സം ഷെയർസ് ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് എ ഫിക്സഡ് എമൗണ്ട്. ഞാൻ 10 പറയുന്നതെങ്കിൽ 10,000 എൻ്റെ, അല്ലെങ്കിൽ ഒരു 1,000 എൻ്റെ ഡിവിഡൻറ്റ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫിക്സഡ് എമൗണ്ട് വിൽ ബി ഗിവൺ ടു മീ വെൻ എവർ ദ കമ്പനി ഈസ് ഹാവിങ് പ്രോഫിറ്റ്. അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടത്തില്ല. So there are different kinds of share capitals. ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓക്കെ, അതായത് company limited by shares എന്നുള്ളതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. Then preference share capital is also there. So the share capital of the company limited by shares shall be divided into two kinds. One is equity share capital, other is preferential share capital. What is equity share capital? Equity share capital with reference to any company limited by shares means a share capital which is not a preferential share capital.
Okay, preferential share അല്ലാത്തത് എന്തും is called equity share capital എന്നാണ് പറയുന്നത്. The holders of these shares are entitled to dividend, okay, after the fixed dividend on preference shares has been paid. Okay, the dividend on അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് 200 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നിരിക്കട്ടെ. പ്രിഫറൻസ് ഷെയർസ് കുറേ പേര് നിരന്ന് വയ്ക്കുക, അവർക്കെല്ലാവർക്കും കൂടെ പ്രിഫറൻസ് ഷെയർസിന് ആദ്യം കൊടുത്തു കഴിഞ്ഞ് ദേ ആർ ഗെറ്റിംഗ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ്. അവർക്ക് 200 രൂപയുടെ ഒരാൾ 10 രൂപ മാത്രം മതി, ഫിക്സഡ് എമൗണ്ട് 10 രൂപ കൊടുക്കുന്ന ഒരാൾക്ക് ഫിക്സഡ് എമൗണ്ട് 2000 കൊടുക്കേണ്ടിയാണ്, ഒരാൾക്ക് ഫിക്സഡ് എമൗണ്ട് 100 കൊടുക്കേണ്ടിയാണ് എന്നൊക്കെ ഇരുന്നു. ഓക്കെ, 100 ഉള്ളൂ, നമുക്ക് എല്ലാം കൂടെ 200 കിട്ടിയിട്ടുള്ളൂ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാൾക്ക് 2000 വിട്ടേര്, ഒരാൾക്ക് 20 എന്ന് വെച്ചോ, ഒരാൾക്ക് 50, അനദർ പേഴ്സൺ ഇസ് 100 എന്നൊക്കെ വെച്ചോ. ഇങ്ങനെയാണെങ്കിൽ തന്നെ 100 + 50 + 10 അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 150 അങ്ങ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെല്ലാം പോയെന്നിരിക്കട്ടെ, ബിക്കോസ് ദാറ്റ് ഫിക്സഡ് എമൗണ്ട് ഷുഡ് ബി ഗിവൺ ടു ദം എന്നുണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ള 50 രൂപ വരുമല്ലോ പ്രോഫിറ്റിനകത്ത്, അതായിരിക്കും ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ദേ ഹാവ് എ ഫിക്സഡ് ഡിവിഡൻറ്റ്. ഒന്നെങ്കിൽ ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് കാണും, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്ത് ഞങ്ങൾക്ക് ഞാൻ റീപേ ചെയ്ത് തരാം, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സോ ഇറ്റ് ഡിപ്പെൻസ്, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ്. ഈക്വിറ്റി എന്ന് വെച്ചാൽ വാട്ട് എവർ, പക്ഷേ സർപ്ലസ് ആയിട്ട് നമ്മൾ ചിന്തിക്കും 100 രൂപയെ പ്രോഫിറ്റ് വരുന്നുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുമ്പം കമ്പനി മേ ബി ഹാവിങ് അബൌട്ട് ലൈക്ക് മേ ബി 1000 to 20,000 ആയിരിക്കാം കമ്പനിയുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ദിസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാത്തിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, കൃത്യമായി അവരുടെ ഫിക്സഡ് എമൗണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ 200 രൂപയാവുന്നുള്ളെങ്കിൽ തന്നെ ബാക്കി 20,000 200 കുറച്ചുള്ള ബാക്കി മൊത്തം എല്ലാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വീതിച്ചെടുക്കും. അവരുടെ പെർസെൻറ്റേജ് എത്രയെന്ന് വെച്ചാൽ അതേ രീതിയിൽ അതിനെ വീതിച്ച് എടുക്കും. ഓക്കെ, so dividend of equity shareholders will vary with the amount of profits which is available for distribution. That you understood, no? In any year, if the profits are insufficient, equity shareholders may not get any dividend at all. Okay, if the profits are insufficient and there is not much profit, there had been some profit but it has been distributed with the preference shareholders because they get the preferential rights and not doing it. First the preference shareholders will be dealt with and later on only equity shareholders in a kodukathollu. Now preference share capital with reference to any company limited by shares means that part of issued share capital of a company which carries or would carry a preferential right with respect to payment of dividend on the repayment of capital in case of winding up and when the company gets into liquidation. If the company is getting into a liquidation, at that time there will be a repayment of the amount which I have deposited എന്നുള്ള രീതിയിലായിരിക്കും ഒരു പ്രിഫറൻസിൻ്റെ രീതി. Now preference in both the cases is over other type of shares. The preference shareholders enjoy more security with regard to the income and capital than any other shareholders. അത് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, 8 രൂപ ഒരിക്കലും നഷ്ടമാകത്തില്ല, യു വിൽ ഗെറ്റ് ദാറ്റ് ബാക്ക്. ഓക്കെ, the dividend on preference shares is fixed by the articles of the company. ഓക്കെ, 10 രൂപ എനിക്ക് ഡിവിഡൻ്റ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 10 രൂപയേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫിക്സഡ്. അല്ലെങ്കിൽ 1% അല്ലെങ്കിൽ 2% ആണെന്നുണ്ടെങ്കിൽ ആ എത്ര പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നോ അതിൻ്റെ 2% അത്രയേ ഉള്ളൂ അതിൻ്റെ ഡിവിഡൻറ്റ്. ഇറ്റ് ഇസ് ഫിക്സഡ് ആൻഡ് സെഡ് ഇൻ ദ ആർട്ടിക്കിൾസ്. ഓക്കെ, however the dividend specified on the preference shares is not a guaranteed amount. However the dividend specified on preference shares is not a guaranteed amount. No dividend will be paid if there is no profit. If there is no profit, no dividend will be given. പക്ഷേ ചില ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇനിയും പഠിക്കും. വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനകത്ത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞുണ്ട്. ക്യുമുലേറ്റീവ് എന്നുള്ള വേർഡിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇറ്റ് കീപ്സ് ഓൺ ലൈക്ക് അക്യുമുലേറ്റിംഗ്.
ഈ വർഷം എനിക്ക് 2020 എനിക്ക് കിട്ടേണ്ട രൂപ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2021 കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് 20 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് കിട്ടേണ്ട രൂപയും കൂടെ ചേർത്ത് 21 തരും. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഈ യൂഷ്വലി ടു സേ ഗ്യാരണ്ടീഡ് എമൗണ്ട് അല്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് വളരെ കുറവാണ് കേട്ടോ. വളരെ കുറവായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ആപ്ലിക്കേഷനാണ്. എല്ലാ കമ്പനികളും എടുക്കുന്നതല്ല, എന്നാലും ഉണ്ട്. ഒട്ടുമിക്ക കമ്പനികളിലും കാണാമായിരിക്കും. ഒട്ടുമിക്കയല്ല, റെയർലി ദ കമ്പനി യൂസ് ടു ടേക്ക് ദ type of policies. Now, no dividend will be paid if there is no profit. Then another shortcoming of going on for preference shares is that since the dividend on preference shares are predetermined, they will not get any benefit in types of large profit. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു 100 രൂപ മാത്രമേ എനിക്ക് കിട്ടാൻ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ളൂ. പക്ഷേ കമ്പനിക്ക് ഈ വർഷത്തെ ലാഭമെന്ന് വെച്ചാൽ 20 കോടിയാണെങ്കിലും എനിക്ക് ആ 100 രൂപ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്. ആ ഷെയർസിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ മേ ബി ഐ ക്യാൻ അവെയിൽ ഫോർ എനി ഫർദർ ബെനിഫിറ്റ്സ്. Now, what are the kinds of preference shares? One is cumulative preference share. Cumulative preference share എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 2020 എനിക്ക് രൂപ കിട്ടിയില്ല, 2021 പ്രോഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ 2020 കിട്ടാത്തതും കൂടെ ചേർത്ത് എനിക്ക് 2021 തരും. സോ ഇറ്റ് വിൽ ബി ക്യാരി ഫോർവേഡ്. 2020 ലവിക്ക് 100 rupees കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. ഇറ്റ് വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഓഫ് പ്രോഫിറ്റ്. The next year, if the company is having a huge profit or if the company is having less profit, whatever it is, the first amount which is given to me will be the amount which is carried forward from the last year. Okay. Now, non-cumulative preference shares എന്ന് പറയുന്നത് they does not, the dividend never go on accumulating. ഒരു വർഷം എനിക്ക് കിട്ടിയില്ല, 2020 കമ്പനിക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ വർഷത്തെ അന്ന് തന്നെ അതങ്ങ് ലാപ്സായി പോവും. ഇറ്റ് വോണ്ട് ബി ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം എഴുതാനും പഠിക്കണം. Now, these are shares on which the dividend does not go on accumulating if there are no profits or they are inadequate profits in any year. These shares get no dividend or get a partial dividend. Okay, they cannot claim arrears of dividends of any year out of the profit of subsequent years. ഇപ്പം എനിക്ക് പാർഷ്യൽ ഡിവിഡൻഡ് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. അധികം കമ്പനിക്ക് ലാഭമില്ലായിരുന്നു, ഉള്ള ലാഭത്തിൽ നിന്നും എനിക്ക് 100 കിട്ടേണ്ട ഭാഗത്ത് എനിക്ക് 50 തന്നുള്ളൂ എന്ന് വെച്ചു. ബാക്കി 50 ഷുഡ് ബി ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ എന്ന് പറയാൻ പറ്റത്തില്ല ഫോർ എ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ എനിക്കിനിയും കഴിഞ്ഞ വർഷത്തെ 50 കിട്ടാനുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങേപ്പുറത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. Participating preference shares. These shares are not only entitled to a fixed rate of dividend but also to a share of surplus profits. അതായത് എനിക്ക് 100 rupees ആണ് ഡിവിഡൻ്റായിട്ട് ഇട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ 100 രൂപ തരുന്നു. എന്നിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് എല്ലാം ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അത് കൊടുത്തും കഴിഞ്ഞ് കുറേ സർപ്ലസ് കമ്പനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് അങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ സർപ്ലസ് പ്രോഫിറ്റ്സിൽ നിന്നും ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്താ പറയുന്നത്, ഒരു ആസ് ദേ ഹാവ് എഗ്രീഡ്, അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ആ സർപ്ലസ് പ്രോഫിറ്റ് കിട്ടാൻ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് സാധിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വളരെ സേഫായിട്ടുള്ള ഏരിയയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യും. ഇനി ഒരുപാട് 30 കോടിയൊക്കെ സർപ്ലസ് 100 രൂപ മാത്രം എല്ലാവർക്ക് കൊടുത്താൽ മതി അങ്ങനെ എഗ്രി ചെയ്തതെന്ന് പറയുമ്പോൾ 30 കോടി കമ്പനിക്ക് കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു സർപ്ലസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പങ്കിട്ട് എടുത്തും കഴിഞ്ഞ് എല്ലാവരും മതി വരുവോളം എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള സർപ്ലസിൽ നിന്നും എനിക്ക് തരാൻ ഇങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിന് സാധിക്കും. നൗ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ ഓൺലി ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രം കിട്ടുക, സർപ്ലസ് തൊട്ട് പോയത് കൈവിട്ടു എന്ന് വിചാരിച്ചാണ്. ഓക്കെ. നൗ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ യു ക്യാൻ കൺവേർട്ട് ദം ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, വിത്തിൻ എ സർട്ടൻ പീരിയഡ്. അത് മനസ്സിലായല്ലോ.
Now, non-convertible is these shares do not confer to the holder a right of conversion into equity shareholders. അതിനെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എടുത്ത് വെച്ചിട്ട് എനിക്ക് പിന്നെ അതിനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഒരിക്കലും ആക്കാൻ സാധിക്കാത്തതാണ് ഏതാണ് നോൺ കൺവേർട്ടബിൾ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നതിൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് കൈൻഡ്സ് ഓഫ് preference shares under. One is cumulative, it goes on accumulating. If any of the year is not being paid, it will be carried forward to the next year. Now non-cumulative means it adangal lapse aayipom, it will never be carried forward to the next year. Once you have been partially paid or you are never paid, it is done. It's for that year company profit illeki onnum kittathilla. Now participating preference shares, you will get a fixed rate of dividend, but from the surplus of profit, from the remaining surplus, after the remains of claims of equity shareholders, there will be some surplus which is left. You can take a part in that surplus. Now non-participating preference shares is, if you have agreed for 100 rupees, you are getting that 100 rupees and you can leave the scene. There is no participation in the surplus rate of dividend. Convertible, you can convert the preference shares into equity preference shares. Non-convertible is you cannot convert it into equity preference shares. Now redeemable preference shares to be redeemed must be if you have fully paid it up. എന്നുണ്ടെങ്കിൽ ഞാൻ 10 രൂപയുടെ ഒരു ഷെയർസാണ് എടുത്തിരിക്കുന്നത്, മൊത്തം 10 രൂപയും ഞാൻ കൊടുത്തിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിഡീം ദാറ്റ് ഷെയർസ്. If the company is limited by shares, if authorized by this ആർട്ടിക്കിളിൽ പ്രത്യേകം അത് പറയണം അങ്ങനെ റിഡീം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ടു ബി redeemed. Such shares are redeemable preference shares. Okay. It will be returned to the shareholder at the time of winding up. അതാണ് redeemable preference shares. Irredeemable payable only at the time of winding up of the company. മറ്റേ മൊത്തം paid up ആണെങ്കിൽ you can ask the company, request and get it returned by the company. Okay. And the profits of the company which would be otherwise be available, such shares may be redeemed out of ഏതിനകത്തു നിന്നാണ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. രണ്ട്, പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യുവാണെങ്കിൽ മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ചോദിക്കാം, എനിക്ക് റിഡീം ചെയ്യണം എൻ്റെ ഷെയർസ് എന്ന് പറയും. എനിക്കൊരു ആവശ്യം വന്നു, അപ്പോൾ ഞാൻ ചോദിക്കുന്നു എനിക്ക് എൻ്റെ ഷെയർസ് റിഡീം ചെയ്യണം. സോ ഞാൻ തന്ന ഷെയർസ് ഇങ്ങനെ തിരിച്ച് തന്നേരും. സോ ഐ ക്യാൻ ഗോ ബാക്ക് ടു മൈ ഹോം ആൻഡ് സ്ലീപ്പ് സേഫ്ലി എന്നൊക്കെ പറയും. Any premium payable on redemption must have been provided out of profits or out of the company's shares premium account. Company's shares premium account നിന്ന് വേണം ഇത് കൊടുക്കാൻ. Okay, before the shares are redeemed. Where redemption is made up of profit or sum equivalent to the nominal value of the shares. Nominal value of the shares. Did I lost one page? Yeah, no, yeah. This is upside down. 1 second. Okay, irredeemable nu parnju, sorry, where redemption is made up of profit or sum equivalent to the nominal value of the shares redeemed must be transferred to the capital redemption reserve ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ. വാട്ട് ഈസ് പ്രീമിയം അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അല്ലേ, ഫണ്ട് അക്കൗണ്ട്, അതിനകത്തേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം റിഡീം ചെയ്യാൻ. ഇർറിഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഷെയർസ് വിച്ച് ആർ റീപേബിൾ ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അതല്ലാതെ അതിൻ്റെ ഇടയ്ക്കൊന്നും വന്ന് എനിക്ക് 2 രൂപ തിരിച്ചു തരാനൊന്നും പറയാൻ പറ്റത്തില്ല. Okay, at the time of repayable only at the time of winding up of the company. Now, Section 55 of Companies Act 2013 abolished the category of irredeemable preference shares or shares which are redeemable after a period longer than 20 years. If the company is not winding up, it is going on forever. എനിക്കൊരു പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നില്ല, ചെയ്യാൻ കമ്പനി ചത്തുപോകാതെ എങ്ങനെയാണ് എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് എൻ്റെ രൂപ തിരിച്ചു തരാൻ? ശരിയല്ലേ? അങ്ങനെ വരുമ്പം അങ്ങനത്തെ കാര്യമുള്ളത് കൊണ്ട് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നൊരു സംഭവമേ ഇപ്പം നിലവിലില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനൊരു ലിമിറ്റേഷൻ ഇട്ടു, ഒരു 20 ഇയേഴ്സ്. ഒരു 20 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേന്
എൻ്റെ വാർദ്ധക്യകാലമാകുമ്പോൾ ഞാൻ ചിന്തിക്കുക എൻ്റെ പ്രിഫറൻസ് ഷെയർസ് എനിക്കിങ്ങനെ റിഡീം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് അപ്രോച്ച് ചെയ്തിട്ട് പ്രിഫറൻസ് ഷെയർസ് എനിക്ക് റിഡീം ചെയ്ത് എടുക്കാം. Okay, with this we have covered like shares, the kinds of share capital, then kinds of preference shares. Now share capital I have already discussed. I have sent you a link. Okay, go through it at 28.22 alle minutes ആകുമ്പോഴത്തേനൊന്ന് വെച്ച് നോക്കി അപ്ലൈ ചെയ്താൽ മതി. You can see that share capital എങ്ങനെയാണ് ഓതറൈസ്ഡ്, ഏതാണ് ഇഷ്യൂഡ്. ഓക്കെ, ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ 1000 ആണെങ്കിലും ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് 800 ആയിരിക്കാം. പക്ഷേ ആൾക്കാർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് 600 രൂപയ്ക്കായിരിക്കാം. ഓക്കെ, ആ 600 രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ 600 400 കോൾ ഫോർ ചെയ്യുന്നുള്ളതായിരിക്കാം, 200 ഞാൻ മാറ്റി വെച്ചേക്കുമായിരിക്കും. ഓക്കെ, അതിൽ ഞാൻ 400 രൂപ കോൾ ഫോർ ചെയ്യുമ്പോൾ ചിലവർ വന്ന് പേ ചെയ്ത് എടുക്കുന്നത് ചിലപ്പം 200 കാണത്തുള്ളായിരിക്കാം, ബാക്കി 200 അൺപെയ്ഡ് ക്യാപിറ്റൽ ആയിരിക്കാം. അപ്പം അങ്ങനത്തെ ഇത് മൊത്തം നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് നോക്കുക. അപ്പോൾ അത് വെച്ച് അത്രയും മതിയെന്ന് തോന്നുന്നു. പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ബട്ട് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ എനിവേ ഹാപ്പി ന്യൂ ഇയർ. ഐ തിങ്ക് യു ഓൾ ഹാവ് എൻജോയ്ഡ് അല്ലേ എല്ലാ ദിവസവും. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്ന് കിട്ടത്തില്ല, പക്ഷേ പറ്റുമെങ്കിൽ ഞാൻ ഓൺലൈനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് എടുക്കാം.